നമുക്കിതൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. കേക്കിന് ആവശ്യമായ സാധനങ്ങൾ ഇത് മൈദയാണ്, ഇത് റവ, ഇത് പഞ്ചസാര, മുട്ട. ഇപ്പം 1 കിലോ മൈദയ്ക്ക് 500 അര കിലോ റവയാണ് വേണ്ടത്. അതിൻ്റെ അടുത്ത് ഒരു 300 ഗ്രാം പഞ്ചസാര. എനിക്കിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി, ഞാൻ കുറച്ച് സമയം എടുത്തുള്ളൂ. ഈ 1 കിലോ റവയ്ക്ക് നമ്മൾ 10 മുട്ട ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് ഞാൻ 5 മുട്ട എടുത്തുള്ളൂ കേട്ടോ. ഒരു കുറച്ച് ഏലക്കായി. ഇത് സാധനങ്ങൾ വേണ്ടത്. നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അടിച്ച് പതയ്ക്കണം. ആ കൂടുതൽ നമുക്ക് ഈ പഞ്ചസാരയും കൂടെ അതിനുള്ളിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാം. ആ കൂടുതൽ ഏലക്കായും കൂടെ പൊടിച്ച് ഇടുവാണെങ്കിൽ അതെല്ലാം ഒന്ന് മിക്സായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ റവയ്ക്കകത്തോട്ട് നമുക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്കകത്തോട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടു. ഈ ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചത് ഇത് പപ്പയുടെ കയ്യിലോട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി ഇളക്കിക്കോ, പപ്പ ഇളക്കിക്കോ കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കാം. ഇത് റവയാണ്. ഇത് റവയെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സാക്കി നല്ലതുപോലെ മിക്സാക്കി എടുക്കട്ടെ. ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ട അടിച്ചു വെച്ച് നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പ്രത്യേകം നമ്മൾ തുള്ളി പോലും വെള്ളം ചേർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ മുട്ട കൊണ്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൂട്ടിയെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി എടുക്കാം. നമുക്കിപ്പോൾ ആയത് നമുക്ക് കൊണ്ടുപോയിട്ട് എണ്ണയ്ക്കകത്ത് ഇടാം കേട്ടോ. നമുക്ക് ചെറിയ തീയിൽ ആക്കിയാൽ പിന്നെ ഇതൊക്കെ തന്നെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ആയി കഴിയുന്നുണ്ടോ. അത് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം വേണ്ട അങ്ങനെയുണ്ട്. നല്ലതാണോ?